ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ, പിന്നെ എന്തിനു ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചോദിച്ചത് ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. പക്ഷെ ഞങ്ങളൊരു നിലപാട് എടുത്തല്ലോ. ആ നിലപാട് ഞാൻ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്, അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അതിനകത്ത് ചേർത്ത് പിടിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സോണിയാഗാന്ധി ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും? നിങ്ങൾ പറയുന്നുണ്ടെന്നോ, ഞാൻ പറയുന്നില്ലെന്ന്, ഞാൻ ഇല്ല എന്ന് എങ്ങനെ തെളിയിക്കും? അത് എങ്ങനെയാ മീഡിയക്കകത്ത് വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്കറിയാം അതിന്റെ വ്യക്തമായ കേരള കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല, ആരുമില്ല. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഒരു സ്വീകാര്യതയുണ്ട്. ഞാനത് വലിയ പോസ്റ്റ് പറയല്ല, ഞങ്ങളുടെ അധ്വാനമാണ്, മനസ്സാന്റെ അധ്വാനമാണ്. അതുകൊണ്ട് ഞങ്ങളെടുത്ത നിലപാട് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെ ആക്ഷേപിക്കാൻ പോയിട്ടില്ല. അതായത് അങ്ങനെ എടുത്തേ പോയിട്ടുള്ളൂ. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിനുശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നത്. എവിടെയാണ് ആദ്യം പറഞ്ഞായിരുന്നു? ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും അയക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എന്റെ ഒരു ഭാഷയുണ്ട്. ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് CPM-ന്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇന്ന് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ പക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ചോദിച്ചു